അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ളത് അറിയാത്ത നിങ്ങൾ, കഴിഞ്ഞ 4 വർഷമായി നടന്ന പ്രക്രിയയെ കുറിച്ച് അറിയാത്ത നിങ്ങൾ, അത് ആരുടെ പ്രശ്നമാണ്? അസിതയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അതായത് അതിദരിദ്ര ഇല്ല എന്ന് സർക്കാർ പറയുമ്പോൾ ഓൺ വാട്ട് ബേസിസ്, ഓൺ വാട്ട് മാനദണ്ഡങ്ങൾ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ആ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷവും അരിയില്ലാത്തവൻ, തുണിയില്ലാത്തവൻ, കൂരയില്ലാത്തവൻ ഈ നാട്ടിലുണ്ട് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയല്ലേ? നേർസാക്ഷ്യമല്ലേ? ഇത് ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ അല്ലല്ലോ എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ചിത്രങ്ങൾ, നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന വീഡിയോ ശകലങ്ങൾ, അത് അല്ല. ഗോവിന്ദൻ മാഷിന്റെ അല്ല, അത് അരിയില്ലാത്തവർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. ആ വിഭാഗങ്ങൾ ഇനിയും അതിൽ ആരെങ്കിലും ഒക്കെ ശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിന്റെ പരിധിയിലേക്ക് വരണം എന്ന് വ്യക്തിപരമായി എന്റെയും കൂടി ആഗ്രഹം. അതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ആളുകൾ അത് നിൽക്കാൻ പറ്റില്ല. ശരി 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 പ്രഖ്യാപനം പൊളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപനം പൊളിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അതല്ല വസന്ത്. അങ്ങനെയാണെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വസന്ത്. അങ്ങനെയാണെങ്കിലും ഉണ്ട് എന്നല്ല, അങ്ങനെയാണെങ്കിലും ശരി. ഒരു മിനിറ്റ് വസന്ത്, ഞാൻ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. വസന്ത് കണ്ട ഈ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ വസന്ത് കണ്ട ഈ ആളുകൾ അവർ ഏതെങ്കിലുമൊക്കെ പദ്ധതിയുടെ പരിധിയിൽ വരാത്തവരോ, റേഷൻ കാർഡ്, ആധാർ കാർഡ് പോലെ അടിസ്ഥാനപരമായ രേഖകൾ സ്വന്തമായി ഇല്ലാത്തവരോ, മഞ്ഞ കാർഡിന്റെ പരിധിയിൽ വന്ന് റേഷൻ കടകളിൽ നിന്നും റേഷൻ കിട്ടാത്ത ആളുകളോ ആണോ? അല്ല, ഞാൻ തിരിച്ചു പോയിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അതിദരിദ്രർക്കുള്ള അരി ഇപ്പോൾ റേഷൻ കടകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ടോ? നവംബർ 1-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സർക്കാർ കൂടെ നിയന്ത്രണമുള്ള റേഷൻ കടകളിൽ ഈ അത് കൺഫ്യൂസിംഗ് ആണ്. അത് വസന്തിന്റെ തന്ത്രമാണ്. അത് കൺഫ്യൂസിംഗ് ആണ്. അത് മഞ്ഞക്കാട്, അത് മഞ്ഞക്കാട്. ഞാൻ അതിലേക്ക് വരും. എന്റെ ചോദ്യം അതല്ല. ഞാൻ അതിലേക്ക് വരും. അത് വസന്ത് അതിനെ കൺഫ്യൂസ് ചെയ്ത് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരും. മഞ്ഞക്കാട് അവിടെ നിൽക്കട്ടെ, ഞാൻ വരും. അവർക്ക് ആനുകൂല്യങ്ങൾ തുടരുമെന്നുള്ള ചോദ്യം ഞാൻ അതിലേക്ക് ഉറപ്പായും വരും. എന്റെ ചോദ്യം അതല്ല. വസന്ത് കണ്ട മാധ്യമങ്ങളുടെ അടക്കം വസന്ത് കണ്ട ആളുകളായിരിക്കണമല്ലോ, അവർ ഏതെങ്കിലും ഒരു ഗുണഭോക്തൃ പട്ടികയുടെ പരിധിയിൽ വരാത്തവരോ, റേഷൻ കാർഡ് ഇല്ലാത്തവരോ, പാൻ കാർഡ് ഇല്ലാത്തവരോ, സപ്ലൈകോ വഴിയോ റേഷൻ കടകൾ വഴിയോ അരിയോ മറ്റ് സാധനങ്ങളോ ലഭിക്കാത്തവരോ, ഏതെങ്കിലും ഒരു പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷന്റെ പദ്ധതിയിൽ വരാത്ത ആളുകളുമാണോ? അതെ, തീർച്ചയായും. എന്തടിസ്ഥാനത്തിൽ വസന്ത് അത് പറയുന്നു? റേഷൻ കാർഡ് പോലും ഇല്ലാത്തവരാണെന്നുള്ളത് എന്തടിസ്ഥാനത്തിൽ? അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സർക്കാർ അംഗീകരിക്കില്ലേ? അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സർക്കാർ അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പോയത്. ഞാൻ ചോദിക്കുന്നത് വസന്ത് പറഞ്ഞല്ലോ, കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. വസന്ത് കണ്ടതുകൊണ്ടാണല്ലോ വസന്ത് കണ്ടതുകൊണ്ടാണ് ഒരു ചർച്ചയെ വസന്ത് ആധികാരികമായി പറയുന്നത്, അല്ലേ? നോക്കൂ, എന്റെ ചോദ്യം, ഇവർ റേഷൻ കാർഡ് ഇല്ലാത്തവരോ, ആധാർ കാർഡ് ഇല്ലാത്തവരോ, നിലവിൽ ഏതെങ്കിലും ഒരു ഗുണഭോക്തൃ പട്ടികയുടെ പരിധിയിൽ വരാത്തവരാണോ എന്നുള്ളത് വസന്ത് ഉറപ്പാക്കിയിട്ടുണ്ടോ? തീർച്ചയായും ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങ് എന്റെ കൂടെ വരും, തെരുവുകളിലേക്ക് വരും. അങ്ങയുടെ ക്യാമറമാനും വരും, അല്ലെങ്കിൽ ഞാൻ പണം ചെലവ് മുടക്കാം, വരൂ, എന്റെ കൂടെ വരൂ. നമുക്ക് നോക്കാം. തെരുവുകളിൽ ഇപ്പോഴും മലയാളികളായവർ, കേരളീയരായവർ, അവർ നിങ്ങളുടെ സർക്കാരിന്റെ ഒരു പദ്ധതിയിലും ഉൾപ്പെടാതെ, കൂരയില്ലാതെ, വീടില്ലാതെ, തുണിയില്ലാതെ, മണിയില്ലാതെ കിടപ്പുണ്ട്. അവരെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ?